ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിനകത്ത് MBCT-ൻ്റെ ഓട്ടോണമസ് കോളേജ് MBCT-ൻ്റെ CE1U20B ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, KT-യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ വേണമെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പം പാർട്ട് ബി മോഡ്യൂൾ 1-നകത്ത് അവർ ക്വസ്റ്റ്യനും ഈ ഡയഗ്രാമും അവർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുണ്ട്. കണ്ട, മോഡൽ 1-നകത്ത് പാർട്ട് ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയഗ്രാമും തന്നിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആൻ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു 2 pipes A and B which convey water fluid manometer specific gravity 0.7. For the manometer shown in the figure, calculate the pressure difference. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ പടമൊക്കെ തന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും അവർ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട, ഈ A പൈപ്പും B പൈപ്പും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം ഇതിനകത്ത് അവർ ഡേറ്റം ലൈനും അവർ തന്നിട്ടുണ്ട്, ഡേറ്റം XX അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡേറ്റമാക്കി വെച്ചിട്ട് പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബും പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഈ പോയിന്റിനകത്ത് ഡേറ്റത്തിനകത്ത് നമ്മുടെ പ്രഷർ ഇപ്പുറത്തെ സൈഡും ഈക്വൽ ആണ്. ഇതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ ഡേറ്റം ലൈനിനകത്ത് രണ്ട് സൈഡിലെയും ഈ പോയിന്റിനകത്ത് പ്രഷർ ഈക്വൽ ആണ്. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 pipes കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് കണ്ടുപിടിക്കുക, പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ് കണ്ടുപിടിക്കുക, രണ്ടും ഈക്വേറ്റ് ചെയ്യുക, നമുക്ക് പ്രഷർ ഡിഫറൻസ് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു PA മൈനസ് ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷറാണ് ഈ പോയിന്റിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് വാട്ടറാണ് അല്ലേ, വാട്ടർ ഫ്ലൂയിഡ് മാനോമീറ്റർ. അപ്പോൾ ഇതിനകത്ത് വാട്ടറാണ് ഉള്ളത്. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ PA മൈനസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.3. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ബിക്കോസ് നമുക്ക് PA എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ PA മൈനസ് ദിസ് മച്ച്, ദാറ്റ് ഇസ് ദ ഇക്വേഷൻ 1. അപ്പോൾ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ 2? ഇക്വേഷൻ 2 എന്തുവായിരിക്കും? പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ്. വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ്? ഈ പൈപ്പിനകത്തുള്ള പ്രഷർ, ദാറ്റ് ഈസ് PB, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, മൈനസ് ഇത്രയും പോർഷൻ വാട്ടറാണ്. അപ്പം ഇതിൻ്റെ ρGH, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ, മൈനസ് ഇത്രയും പോർഷൻ നമ്മുടെ ഫ്ലൂയിഡ് മാനോമെട്രിക് ലിക്വിഡ് അല്ലേ, അതിൻ്റെ ρGH ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദി ലൈറ്റർ ലിക്വിഡ് G ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ലൈറ്റർ ലിക്വിഡ്. എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ ലൈറ്റർ ലിക്വിഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഇതിന് റിലേറ്റീവ് ഡെൻസിറ്റി 1, വാട്ടറിന് 1 ആണ്. ഈ ലിക്വിഡിനകത്ത് മാനോമെട്രിക് ലിക്വിഡിന് അവർ തന്നിട്ടുള്ളത് 0.7 തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റർ ലിക്വിഡിന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഈസ് ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ PA മൈനസ് PB അല്ലെങ്കിൽ PB മൈനസ് PA, ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ PA ഇത് ഇപ്പുറത്തെ സൈഡിൽ വരും, ബാക്കിയെല്ലാം അങ്ങോട്ട് പോകും. ചിലപ്പോൾ നെഗറ്റീവിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ PB മൈനസ് PA അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, മനസ്സിലായോ? മോഡ്യൂൾ 1-നകത്ത് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് 2 ഡിവിഷനാണ് ഉള്ളത്. ഓക്കെ, 12Aയും Bയും അങ്ങനെയാണ് തന്നിരിക്കുന്നത്. A എന്ന് പറയുന്നത്, എ റെക്ടാങ്കുലർ പ്ലേറ്റ് 3 meter long and 1 meter wide is immersed vertically in water in such a way 3 meter is parallel to water surface and 1 meter below it. Okay, calculate the total pressure on the plate and determine its point of action. ഓക്കെ, അപ്പോൾ ഏത് പ്രോബ്ലം ആയാലും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗിവൻ ഡേറ്റ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഗിവൻ ഡേറ്റ എന്തുവാ? ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ആണ്, അതിൻ്റെ ലെങ്ത് 3 meter, വിത്ത് 1 meter, 1 അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 3 meter വാട്ടർ സർഫേസിന് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്, 1 meter ബിലോ.
ഇങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇത് ഒരു ഈ പടത്തിൽ തന്നിരിക്കുന്ന ആ പ്ലേറ്റിനൊന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് 3 മീറ്റർ ആണ്, ഇത് 1 മീറ്റർ ആണ്. ഓക്കെ, 3 മീറ്റർ 1 മീറ്റർ is immersed vertically in water in such a way 3 meter is parallel to the water surface and 1 meter below it. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇങ്ങനെയും പൊസിഷൻ വെക്കാം പ്ലേറ്റിന്, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലേ, പിന്നെ ഇങ്ങനെയും വെക്കാം അല്ലേ. ഒന്ന് ഇതുപോലത്തെ 3 മീറ്റർ 1 മീറ്റർ ഇങ്ങനെ വാട്ടറിനകത്ത് ഇമ്മേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 മീറ്റർ കൂടുതൽ സൈഡിലുള്ളത് ഇങ്ങനെയും നിങ്ങൾക്ക് വയ്ക്കാം. പക്ഷേ ഏതാണ് കറക്റ്റ് എന്നുള്ളത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതുകൊണ്ടാണ് മൂന്ന് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഒരെണ്ണേ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്കണം? ഈസ് വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ഇതല്ല. ഓക്കെ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ പൊസിഷൻ. അപ്പോൾ ഇതല്ല, ഫസ്റ്റ് ചോയ്സ് ഇല്ല. അപ്പോൾ ബിയും സിയും ആയിരിക്കും. ഇതിൽ ഏതാണ് കറക്റ്റ്? 3 മീറ്റർ ഇസ് പാരലൽ ടു ദ വാട്ടർ സർഫേസ്. ഇതിന് പറയുന്നത് ഈ വാട്ടർ സർഫേസിന് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പറയുമ്പോൾ ഈ 3 മീറ്റർ ഇസ് പാരലൽ ടു ദ വാട്ടർ സർഫേസ് ആൻഡ് ഇറ്റ് ഈസ് 1 മീറ്റർ ബിലോ ഇറ്റ്. അപ്പോൾ ഇതും അല്ല, ഇതാണ് നമ്മുടെ കറക്റ്റ് പൊസിഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ്. ടോട്ടൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എല്ലാവർക്കും അറിയാം, ρg A × h ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡെൻസിറ്റി നിങ്ങൾക്കറിയാലോ, 1000 നമുക്കറിയാം, ജി 9.81 എന്ന് അറിയാം, ഏരിയ എന്തുവാ, ലെങ്ത് ഇൻറ്റു ബ്രെത്ത് 3 × 1, h ബാർ എന്തുവാ, h ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. h ബാർ എങ്ങനെ കണ്ടുപിടിക്കണം? ദിസ് ഇസ് വാട്ടർ സർഫേസിലേന്ന് എത്രത്തോളം അത് താഴ്ന്നിരിക്കുവാൻ നോക്കണം. ദാറ്റ് ഈസ് 1 മീറ്റർ. അപ്പോൾ 1 + 1/2 അതാണ് h ബാർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് പോയിന്റ് ഓഫ് ആക്ഷൻ ആണ്. ദാറ്റ് ഈസ് യുവർ സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? h star is equal to h bar plus Ig divided by AH bar. Okay, h star is equal to h bar plus Ig divided by AH bar. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് നോക്കാനുള്ളത് ഇതിനകത്ത് എന്താ നമുക്ക് അറിയാത്തത്? h ബാർ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഉണ്ട്. ദാറ്റ് ഈസ് 1 + 1/2 എന്ന് പറയുമ്പോൾ 1.5 ആണ്. ഇതുണ്ട്, ഏരിയ ഉണ്ട്, h ബാർ ഉണ്ട്. പക്ഷേ IG നമുക്കറിയത്തില്ല. IG ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. IGൻ്റെ ഫോർമുല എന്തുവാ? BD³ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇപ്പോൾ 3 × 1³ / 12 ഇടുമ്പോൾ IG കിട്ടും. പിന്നെ നമുക്ക് ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ആക്ഷൻ കിട്ടും. അതാണ് നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് ആൻസർ കറക്റ്റാണോ തെറ്റാണോ എന്ന് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാ ട്രിക്ക്? നമ്മുടെ h സ്റ്റാർ എന്ന് പറയുന്നത് എന്തുവാ? h ബാർ പ്ലസ് സംതിങ്. അപ്പോൾ h ബാറിൻ്റെ കൂടെ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് h സ്റ്റാർ കിട്ടുന്നത്. അപ്പോൾ h സ്റ്റാർ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ h ബാർ. ഓക്കെ, ഇപ്പോൾ h ബാർ നമുക്ക് 1.5 ആണ്. അപ്പോൾ h സ്റ്റാർ ഇതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇറ്റ് വോണ്ട് ബി ലോവർ ദാൻ h ബാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 1.55 മീറ്റർ അല്ലേ? അപ്പോൾ ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ട് അവസാനം ടോട്ടൽ പ്രഷർ എന്താണെന്ന് എഴുതുക, സെൻറ്റർ ഓഫ് പ്രഷർ എന്തുവാണെന്ന് എഴുതുക. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് എന്തുവാ? അത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്തുവാ ക്വസ്റ്റ്യൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ദ ഡേറ്റം ഡിഫേഴ്സ് ഇൻ ദ കേസ് ഓഫ് അബ്സൊല്യൂട്ട് അറ്റ്മോസ്ഫിയറിക് ഗേജ് ആൻഡ് വേക്വം പ്രഷർ വിത്ത് ഡയഗ്രാം. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറും അബ്സൊല്യൂട്ടും പോസിറ്റീവ് പ്രഷർ നെഗറ്റീവ് പ്രഷർ എങ്ങനെ ഡിഫർ ആകുന്നതിന് വിത്ത് ഡയഗ്രാമോട് അവർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ആക്സിസ് വൈ ആക്സിസും വരയ്ക്കുക. ഈ താഴത്തെ ബോട്ടം ദാറ്റ് ഈസ് യുവർ ഡേറ്റം സർഫേസ് ഒന്ന് അബ്സൊല്യൂട്ടിന് എടുക്കുക, ഇന്നൊരു ഡേറ്റം
അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എഴുതുക. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് നമ്മൾ എടുക്കണം. ഇപ്പം ആദ്യം ഒരു മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു പോയിന്റും താഴോട്ട് ഒരു പോയിന്റും എടുക്കുക. അപ്പോൾ എ ബി. ഇപ്പോൾ എ പോയിന്റിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം, ബി പോയിന്റിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അതായത് ഒരു പ്രഷറിന് ഒരു പോയിന്റ്, ആ പോയിന്റിലുള്ള പ്രഷർ നിങ്ങൾ 2 രീതിയിൽ കാണിക്കാം. ഒന്ന് അബ്സല്യൂട്ട് പ്രഷർ വെച്ചിട്ടും പറയാം, മറ്റത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെച്ചിട്ടും പറയാം. അതാണ് ഈ ഡയഗ്രാം. ഓക്കെ, ഈ എ പോയിന്റിലുള്ള പ്രഷർ വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ടും നമുക്ക് കണ്ടുപിടിക്കാം, വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഗേജ് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും മുകളിലോട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ പോസിറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയും. അതേ ഇത് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബോട്ടം ആണെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ നെഗറ്റീവ് ഗേജ് പ്രഷർ അല്ലെങ്കിൽ വാക്വം പ്രഷർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സീറോ പ്രഷർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഉണ്ട്, എന്താ ഫോർമുല ഉണ്ട്. എന്തുവാ അത്? അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു, ഇവിടെ വരെ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ ഈ പോസിറ്റീവ് പ്രഷർ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ, പോസിറ്റീവ് പ്രഷർ. മനസ്സിലായോ? അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് ബി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ, ബിക്കോസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് മൈനസ് ഗേജ് പ്രഷർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഈ പടം വരയ്ക്കുക, ഈ ഇക്വേഷൻസ് എഴുതുക. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത വീഡിയോനകത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏത് പാർട്ടാ? മോഡ്യൂൾ 2ൻ്റെ പ്രോബ്ലംസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഇത് 2022ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 23ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് മെയിൽ അയച്ചാലും മതി എനിക്ക്. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ മെയിൽ ID തരാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൽ അയച്ചാലും മതി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.